പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ആമോസിൻ്റെ പുസ്തകം 8-ാം അധ്യായം 11 ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ഭക്ഷണക്ഷാമമോ ദാഹജലത്തിലുള്ള വറുതിയോ അല്ല, കർത്താവിൻ്റെ വചനം ലഭിക്കാത്തതുകൊണ്ടുള്ള ക്ഷാമമായിരിക്കും അത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് ക്ഷാമം വരുന്ന ഒരു കാലമുണ്ടാകാൻ പോകുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുകയാണ്. അതിനാൽ കർത്താവ് വചനം തരുന്ന ഈ കാലഘട്ടത്തിൽ നാം വചനം സ്വീകരിച്ച് നമ്മുടെ ഹൃദയത്തിൽ വചനം നിറയ്ക്കണം. നമുക്ക് വചനം കേൾക്കാൻ ധാരാളം അവസരം ദൈവം ഒരുക്കി തരുന്നുണ്ട്. അതിനാൽ സമയം പൂർണ്ണമായും നാം പ്രയോജനപ്പെടുത്തണം. വചനം കേൾക്കുവാനും വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അവ ഹൃദയത്തെ സ്വീകരിക്കുവാനും നാം ശ്രമിക്കണം. അതിനുള്ള സമയം നാം കണ്ടെത്തണം. വചനമനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം. ജെറമിയ 15:16 ജെറമിയ പ്രവാചകൻ പറയുന്നു, അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചയും ചെവികൾക്ക് കേൾവിയും ചിന്തിക്കുവാനുള്ള കഴിവുമുള്ള ഇപ്പോൾ തന്നെ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണം. നാളെ നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കും എന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ വചനം മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. വചനത്തിൽ ആശ്രയിക്കുന്നവർ ജീവിതത്തിൽ വിജയം കണ്ടെത്തും. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്, അല്ലെങ്കിൽ നാം പ്രലോഭനങ്ങളിൽ വീണു പോകുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29 യേശു പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത് എന്ന്. സുഭാഷിതം 4:22 എൻ്റെ വാക്കുകൾ നിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക, എന്തെന്നാൽ അവ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവും ആണ് എന്ന്. സങ്കീർത്തനം 119:130 സങ്കീർത്തകൻ പറയുന്നു, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുൾ അഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് പകരുന്നു. ഇരുൾ നിറഞ്ഞ വഴിയിലൂടെ സുരക്ഷിതമായി യാത്ര ചെയ്യണമെങ്കിൽ വെളിച്ചം ആവശ്യമാണ്. നമ്മുടെ ഈ ജീവിതയാത്രയിൽ ശരീരവും മനസ്സും തളരുന്നതായി തോന്നുമ്പോൾ ഉണർവേകുന്ന, എന്തു ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്ന സന്ദർഭങ്ങളിൽ അറിവ് പകരുന്ന ജീവനുള്ള വചനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത്. യെശയ്യാ 28:23 കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ സ്വരത്തിന് ചെവി തരുവിൻ, ശ്രദ്ധാപൂർവം എൻ്റെ വാക്ക് കേൾക്കുവിൻ. എസെക്കിയേൽ 3:10 തിരുവചനം പറയുന്നു, മനുഷ്യപുത്ര, ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ചെവി തുറന്ന് കേൾക്കുകയും ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ചെയ്യുക. സങ്കീർത്തനം 119:11 സങ്കീർത്തകൻ പറയുന്നുണ്ട്, അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് അങ്ങയുടെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്ന്. പാപം ചെയ്യാതെ, തെറ്റുകളിൽ അകപ്പെടാതെ, പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തിൽ വചനം നാം സൂക്ഷിക്കണം. നാം നമ്മുടെ ഹൃദയത്തിൽ വചനം നിറച്ചാൽ ദൈവവചനത്തിൻ്റെ ക്ഷാമം വരുന്ന സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 21 തിരുവചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനങ്ങൾക്കാണ് നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത്. വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.